السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ഏറ്റവും വലിയ നിഅമത്താണ്, വലിയ അമൂല്യ സമ്പത്താണ്. അതൊരിക്കലും അനാവശ്യമായി ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം കിട്ടാത്ത രൂപത്തിൽ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് നാളെ ആഖിറത്തിൽ വലിയ ഖേദത്തിനിടയാക്കി തീർക്കും എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും അത് നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സമയം അത് അള്ളാഹു നൽകിയ ആയുസ്, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് ഈമാനോടെ മരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. അല്ലാതിരുന്നാൽ നാളെ ആഖിറത്തിൽ നാം വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഏതൊരു വിഷയത്തിലേർപ്പെടുമ്പോഴും, ഏതൊരു കളിതമാശകൾ ഏർപ്പെടുകയാണെങ്കിലും ആഖിറത്തിൽ ഉപകാരം കിട്ടാത്ത, ഉപകാരമില്ലാത്ത ഒന്നാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അത് മാറ്റി നിർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ, ഏതൊരു വിഷയവും നല്ല നിയ്യത്തോടുകൂടെ നാം നിർവഹിക്കുമ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലം വാങ്ങിയെടുക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെയുള്ള ജീവജാലങ്ങളെ, പറവകളെ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവയെ ശുശ്രൂഷിക്കുക, ഇതെല്ലാം നല്ല ഖൈറായ അമലായിട്ട് ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല നിയ്യത്തോടുകൂടെയാകുമ്പോൾ വലിയ പ്രതിഫലം നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഈ പറയപ്പെട്ട പറവകൾ, പ്രാവ്, അതുപോലെ തന്നെ കോഴി തുടങ്ങി നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്ന ജീവികൾ, അവകളുമായി കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതോ അത് വലിയ നഷ്ടത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ അദ്ദേഹം ഒരു പ്രാവുമായി കളിക്കുന്നതായി കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം അത് ശൈത്താൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. അഥവാ ശൈത്താൻ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകില്ല. അവൻ്റെ വിലപ്പെട്ട സമയങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തി കളയണം. അവനോട് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത്, അൽഹംദുലില്ലാഹ് പറയുന്നത്, ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്, ഇതൊക്കെ മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്, അത് നോക്കി നടക്കുകയാണ് ശൈത്താൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരം കളി തമാശകൾ നമ്മൾ കൊണ്ടെത്തിച്ചിട്ട് നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മുടെ ഇബാദത്തുകളൊക്കെ മുടക്കാൻ അവൻ വളരെയധികം പരിശ്രമം നടത്തുമ്പോൾ അത് മനസ്സിലാക്കി അത്തരം വിനോദങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സമയങ്ങൾ റബ്ബിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് നാം വിജയികളാകുന്നത്. നിങ്ങൾ നോക്കും, ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കണ്ടു. അയാൾ ഇത്ബഉ ഹമാമത്തൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രാവുമായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം തന്നെ ഇങ്ങനെ കുറെ പറപ്പിക്കുന്നു, കുറെ അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു, ഇങ്ങനെ തുടങ്ങി അതുമായി കളിച്ച്, അതുകൊണ്ട് അതുമായി ഉല്ലസിച്ചിങ്ങനെ അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നതായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഷൈത്വാൻ യുത്ബഉ ഷൈത്വാനത്തൻ, ഇദ്ദേഹം ഈ ചെയ്യുന്ന പ്രവർത്തനം അത് ഷൈത്വാനിൻ്റെ പ്രവർത്തനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നന്മയിലായി അദ്ദേഹത്തിൻ്റെ ആയുസ് ഉപയോഗിക്കേണ്ടതിന് പകരം വിലപ്പെട്ട സമയം നന്മ ചെയ്യാൻ അദ്ദേഹം മാറ്റിവെക്കേണ്ടുന്ന സമയം ഈ പ്രാവുമായി കളിച്ച് ഷൈത്താനെ പോലെ വിലപ്പെട്ട സമയങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയം അത് വളരെയധികം അമൂല്യമായ ഒന്നാണ്. അതൊരിക്കലും അനാവശ്യമായ കളി തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് പാഴാക്കി കളയുക എന്നുള്ളത് നമ്മുടെ ആഖിറത്തിൽ വലിയ നഷ്ടം നമുക്ക് വരാൻ സാധ്യതകൾ ഉള്ള ഒന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല നൽകിയ ആയുസ്, ആഫിയത്ത്, ആരോഗ്യം റബ്ബിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.